Okay, I am Rahul Raj. Welcome back to my channel Unboxing Joe. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ചൈനീസ് ആപ്ലിക്കേഷനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അതുപോലെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഫോണിലെ ചൈനീസ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വിടും. സോ ഗൈസ്, നമുക്കിതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മാത്രം നമ്മുടെ ഫോണിൻ്റെ ചൈനീസ് ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചൈനീസ് ആപ്ലിക്കേഷനെ വേർതിരിച്ച് എടുക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷനെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ പോയി ചെക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ വേർതിരിച്ച് കിട്ടിയ ആപ്ലിക്കേഷനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ റിമൂവ് ചൈന ആപ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൻ്റെയൊക്കെ ഒരു സിമ്പലോടെയും അതുപോലെ 2 ചൂരിൻ്റെയൊക്കെ ഒരു പടമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സിമ്പൽ ഐക്കണിനൊരു ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഡിസൈന്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാം. ഈ ആപ്ലിക്കേഷൻ ഒരു ചെറിയൊരു കഥയുണ്ട്. 2-3 വർഷത്തിന് മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് യാതൊരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം ചൈനീസ് കമ്പനികൾ ഈ ഒരു ആപ്ലിക്കേഷന് റിപ്പോർട്ട് അടിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നൈസായിട്ട് നമുക്ക് റിമൂവ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളാണ്. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഈ ആപ്ലിക്കേഷനായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് ചൈനീസ് ആപ്സ് ഉണ്ടെങ്കിൽ അത് എടുത്ത് ഈ ആപ്ലിക്കേഷനകത്തൊന്ന് കാണിച്ചു തരും. അത് നമ്മൾ അവിടെ തന്നെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആയി വന്നപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ചെക്ക് ഓൺ ദ സ്കാൻ നൗ ടു ഫൈൻഡ് ഇൻസ്റ്റാൾ ചൈനീസ് ആപ്സ് ഇൻ യുവർ സിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്കാൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷന് ഒരു ബട്ടണിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ടൊക്കെയായിട്ടൊരു ഡ്രാഗൺ ഇരിക്കുന്ന ഒരു റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്കാൻ നൗ എന്നുള്ള ഓപ്ഷനിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ മേളത്തെ ആ റൗണ്ടിനകത്ത് ടിക്ക് വീഴും. ടിക്ക് വീണതിൻ്റെ നേരെ താഴെ ചൈനീസ് ആപ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ചൈനീസ് ആപ്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹലോ എന്ന് പറയുന്നൊരു ആപ്സ് ചൈനീസ് ഇതായിട്ടുള്ള ആപ്പാണ്. ചൈനീസാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊരു ഹലോ ആപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹലോ ആപ്പിനെ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യും. താഴെ അൺഇൻസ്റ്റാൾ ഹലോ എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നീട് പിന്നെ ഷെയർ ദിസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഈ ആപ്പിൻ്റെ ഒരു ലിങ്കൊക്കെ നമുക്ക് മറ്റൊരു ആർക്കെങ്കിലും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചാൽ പോലും അവർക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. പ്ലേ സ്റ്റോറിൽ അവർ ഡയറക്റ്റ് കയറുമായിരിക്കും. ബട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ആയത്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കഥയുണ്ടെന്ന്. അത് തന്നെയാണ് കഥ. ഇത് ചൈനീസ് ഡയറക്റ്റ് ആപ്ലിക്കേഷന് ഈ ഒരു പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷന് റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ എനിവേ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.